ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഫെബ്രുവരി 18 വിധി പറയും. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി SIT. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ടെന്നും SIT. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായോ? സൂര്യഗായത്രിയിലേക്ക് എത്താം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പുരോഗമിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം നടക്കുകയാണ് എന്നാണ് അല്പസമയം മുമ്പ് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കോടതി ഫെബ്രുവരി 18 വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് SIT എന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകും. സൂര്യഗായത്രി, എവിടെ പ്രോസിക്യൂഷന്റെ വാദമൊക്കെ പൂർത്തിയായോ? വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാകുന്നുണ്ട്? അമൃത, പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇന്നിപ്പോൾ SIT അത് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, കൂടുതൽ തെളിവുകൾ തന്ത്രിക്കെതിരെ SIT കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളും കാര്യങ്ങളുമാണ് SIT കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ വിവരങ്ങളും കോടതിയിൽ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ വാദത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ട് എന്നുള്ള സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാദം നടക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 18 വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യഗായത്രി തുടരുന്നുണ്ട്. സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ നേരത്തെ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കിയ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ SITയുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം 3 പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നപ്പോൾ അതുകൂടി പരിഗണിച്ച ജാമ്യം നൽകരുത് എന്ന് പറയുമ്പോഴും കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ SIT ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. അതായത് തന്ത്രിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് SITയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഹാജരാക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് SITക്ക് എതിരെ വിമർശനം ഉയരുന്ന സാഹചര്യം ഒരുക്കും. അത്തരത്തിലാണ് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ കോടതിയിൽ SIT ഹാജരാക്കിയത്. തന്ത്രിക്കും ഭാര്യയ്ക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. തന്ത്രിയുടെ ഭാര്യയ്ക്ക് 62 ലക്ഷം രൂപയും 2 കോടിയിലധികം നിക്ഷേപവും അത് തന്ത്രിയുടെ പേരിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുന്നംകുളത്തിൽ ജ്വല്ലറി ആൻഡ് ഫൈനാൻസ് എന്ന സ്ഥാപനത്തിലാണ് നിക്ഷേപം എന്നുള്ള വിവരമാണ് SIT കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ ഇന്നിപ്പോൾ എതിർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ, കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അത് കോടതിയിൽ ഇന്നിപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപം അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് സാമ്പത്തികമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ എന്നറിയാം സൂര്യഗായത്രി. എങ്കിലും ചോദിക്കട്ടെ, ഈ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം ഉൾപ്പെടെ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ SITക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടതായിട്ട് വരും. കാരണം ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ ഉൾപ്പെടാത്ത തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ കോടതിയിൽ ധരിപ്പിക്കാൻ തന്നെയായിരുന്നു, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയായിരുന്നു SITയുടെ തീരുമാനം. അതായത് SITയുടെ ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് മറ്റ് പ്രതികളൊക്കെ തന്നെ ഈ സ്വാഭാവിക ജാമ്യത്തിലൊക്കെ പുറത്തിറങ്ങിയത് എന്നുള്ള വലിയ ആക്ഷേപം SITക്ക് നേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രി അത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തു വരികയാണെങ്കിൽ അത് SITക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ഈ പറയുന്നത് പോലെ തന്ത്രി അത്തരത്തിൽ കുറ്റക്കാരനാണെങ്കിൽ
ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, എത്തരത്തിലാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഉറപ്പുമുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു SITയുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അത് പ്രകാരം തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളും വിവരങ്ങളും SIT കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയും ഇപ്പോൾ തന്ത്രിയുടെ ഭാര്യയ്ക്ക് 62 ലക്ഷം രൂപയുടെ നിക്ഷേപവും അതുപോലെ തന്നെ തന്ത്രിയുടെ പേരിൽ 2 കോടിയിലധികം നിക്ഷേപവും ഉണ്ട് എന്നടക്കമുള്ള കണ്ടെത്തലുകളാണ് കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത തരത്തിലുള്ള ഒരു നിക്ഷേപം അത് തന്ത്രിയുടെ ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ പേരിലുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു, എത്തരത്തിൽ വന്നു, എങ്ങനെയാണ് ആ ഇടപാടുകൾ നടന്നിട്ടുള്ളത്, ആരുമായിട്ടാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ശരി, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കോടതി 18-ന് വിധി പറയും. വിവരങ്ങളാണ് സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.